അതായത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നതിനകത്ത് ആദ്യം സബ് ഹെഡിങ് ആയിട്ട് കറണ്ട് എന്ന് എഴുതണേ കേട്ടോ. കറണ്ട് എന്ന് എഴുതിയിട്ട് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിസിക്സിൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. അപ്പൊ ചാർജ് ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ നമുക്ക് കറണ്ട് കിട്ടും. അതായത് ഒരു കണ്ടക്ടറിനകത്തൂടെ ഒഴുകുന്ന ചാർജിനെ, ഒരു യൂണിറ്റ് ടൈമിൽ ഒഴുകുന്ന ചാർജിനെയാണ് നമുക്ക് കറണ്ട് എന്ന് പറയുന്നത്. നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഈസ് കോൾഡ് കറണ്ട്. In other words, flow of charge per unit time. Flow of charge per unit time. അതായത് ചാർജ് ഫ്ലോ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് കറണ്ട് തന്നെ. നോക്കിക്കോളൂ, നമുക്കറിയാം ഒരു കണ്ടക്ടർ, ഇതൊരു കണ്ടക്ടറാണ് വിചാരിക്കുക. ഈ കണ്ടക്ടറിനകത്ത് ലക്ഷക്കണക്കിന് ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ശരിയല്ലേ? നമുക്കറിയാം ഒരു കണ്ടക്ടറിനകത്ത് ലക്ഷക്കണക്കിന് ഫ്രീ ഇലക്ട്രോണുകൾ കാണുമല്ലോ. ശരിയല്ലേ? ആണോ? ശരിക്കും ഈ ഇലക്ട്രോൺ എങ്ങനെയാണ് ഇരിക്കുന്നത് അറിയാമോ? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നോക്കിയോണം. അതായത് നമ്മള് ഇപ്പൊ ഇതൊരു കണ്ടക്ടറാണെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് സോഡിയം എന്ന് എടുക്കാം. സോഡിയത്തിന്റെ ഒരു പീസ് വെട്ടി വെച്ചിരിക്കുക. ഇതിനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സോഡിയത്തിന്റെ ഒരു ആറ്റം നമുക്ക് ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോഡിയത്തിന്റെ ആറ്റത്തിന് ഒരു ഷെല്ല്, 2 ഷെല്ല്, 3 ഷെല്ല്. അടുത്ത സോഡിയം ആറ്റം ഒരു ഷെല്ല്, 2 ഷെല്ല്, 3 ഷെല്ല്. അടുത്ത സോഡിയം ആറ്റം ഒരു ഷെല്ല്, 2 ഷെല്ല്, 3 ഷെല്ല്. അടുത്ത സോഡിയം ആറ്റം ഒരു ഷെല്ല്, 2 ഷെല്ല്, 3 ഷെല്ല്. അടുത്ത സോഡിയം ആറ്റം ഒരു ഷെല്ല്, 2 ഷെല്ല്, 3 ഷെല്ല്. അല്ലേ? അങ്ങനെ ലക്ഷക്കണക്കിന് സോഡിയം ആറ്റം ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലക്ഷക്കണക്കിന് സോഡിയം ആറ്റത്തിന്റെ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാ? 8 ഇലക്ട്രോൺസ്. തേർഡ് ഷെല്ലിൽ എത്ര? 1 ഇലക്ട്രോൺ. അപ്പൊ ഞാൻ തൽക്കാലം എല്ലാത്തിനും തേർഡ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ മാത്രമേ ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ പോകും. ഓക്കെ ആണല്ലോ? ഈ തേർഡ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് അല്ലേ നമുക്ക് ഇളക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇളക്കി പുറത്തെടുക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തേർഡ് ഷെല്ലിലുള്ള ആ ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്നത് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെ, അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയും. ആണല്ലോ? അപ്പൊ ഇത് എന്തെങ്കിലും കാരണവശാൽ ഇത് ഇളകി എവിടെ ആയിരിക്കും വരുന്നത്? ഇപ്പൊ ഇവിടെ ഞാൻ താഴെയുള്ള സോഡിയം ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് മാത്രം വരച്ചിരിക്കുകയാണ്. ഇതെല്ലാം സോഡിയം ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്, സോഡിയം ആറ്റമാണ്. അപ്പം ഇവിടൊക്കെ എന്തുണ്ട്? ഇവിടൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെല്ലാം എന്തുണ്ട്? ഓരോ ഇലക്ട്രോൺ വെച്ചുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോൺസ് ഫ്രീ ആയാലും ഈ ഇലക്ട്രോൺ എവിടെ ആയിരിക്കും വരുന്നത്? ഈ ഇലക്ട്രോൺ തന്നെ ഇവിടെ ആയിരിക്കും. ഈ സ്പേസിനെ നമ്മൾ ഇന്റർ ആറ്റോമിക് സ്പേസ് എന്നാണ്, ആറ്റത്തിനിടയിലുള്ള സ്പേസ്. അപ്പൊ ഇവരെല്ലാം ഫ്രീ ആയി കഴിഞ്ഞാൽ എവിടെ വരും? ഇവിടെ വരും. ഈ ഷെല്ലിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും അറിയോ? റാപ്പിഡ് റാൻഡം മോഷനിലായിരിക്കും. റാപ്പിഡ് റാൻഡം മോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ തൽക്കാലം ഈ പടം മാറ്റിയിട്ട് ഇലക്ട്രോണിനെ മാത്രം വരയ്ക്കുകയാണേ. ഈ പടം മാത്രമാണ്, ആറ്റം എല്ലാം മാറ്റുകയാണ്. എന്നിട്ട് ഇലക്ട്രോൺസിനെ മാത്രം വരയ്ക്കാൻ പോവാം. ഇതിനകത്ത് ഇപ്പൊ ആര് മാത്രമേ ഉള്ളൂ? അതായത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഇലക്ട്രോണിനെ മാത്രം വരയ്ക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഇലക്ട്രോൺ, ഇലക്ട്രോൺ. അതായത് ഈ പുറത്ത് ചാടിയ ഇലക്ട്രോണാണ്, ഷെല്ലിനകത്തുനിന്ന് പുറത്ത് ചാടിയ ഇലക്ട്രോണാണ്. ഈ ഇലക്ട്രോൺ റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തോന്നിയ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇത് ഇങ്ങനെ ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇത് പക്ഷേ ഇങ്ങനെയായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇത് 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 ഇങ്ങനെയായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? റാപ്പിഡ് റാൻഡം മോഷൻ എന്നാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിന് ഈ കറണ്ട് ഉണ്ടാവണേ എന്ത് ചെയ്യണം? ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? ഫ്ലോ ചെയ്യണം. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇതിപ്പോ ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഈ ഇലക്ട്രോൺസിനെ തള്ളണം. ഈ ഇലക്ട്രോൺസിന്റെ മണ്ടയ്ക്ക് വർക്ക് ഡൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ഒരു സൈഡിലേക്ക്, ഈ ഇലക്ട്രോൺസ് എല്ലാം ഒരേ സൈഡിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിനകത്ത് എന്തുണ്ടാവും? കറണ്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്താലേ കറണ്ട് ഉണ്ടാകത്തുള്ളൂ. ഇലക്ട്രോൺസ് എവിടെ ആയിരിക്കുന്നത്? ആറ്റത്തിന്റെ ഷെല്ലുകളിലെല്ലാം ഇലക്ട്രോൺസ് ആണ്. അതിൽ മൂവ് ചെയ്യാൻ കഴിവുള്ള ഇലക്ട്രോൺസ് ഏതാ? വാലൻസ് ഇലക്ട്രോൺസ്. എന്തെങ്കിലും കാരണവശാൽ വാലൻസ് ഇലക്ട്രോൺസ് ഇന്റർ ആറ്റോമിക് സ്പേസിൽ ചാടിയാൽ പിന്നീട് അത് റാൻഡം മോഷനിലായിരിക്കും. ആ റാൻഡം മോഷനിലായിരിക്കുന്ന ആൾക്കാര് ആലോചിക്കുക, ഇത് റാൻഡം മോഷനിലായി. ഇപ്പൊ ആരോട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക, ദിവ്യ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക, ഞാൻ തന്നെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക. നമ്മൾ ഏതെങ്കിലും ഇൻസിഡന്റിലൊക്കെ എന്ത് ചെയ്യും? തമ്മിൽ ഇടിക്കും അല്ലേ? എന്നാൽ നമ്മളെല്ലാം ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിലോ നമ്മൾ ഇടിക്കത്തില്ല. ഞാൻ ഇങ്ങനെ ഒരേ സ്പീഡിൽ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഇതിന്റെ പുറകെ ഇദ്ദേഹം മൂവ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ല? തമ്മിൽ ഇടിക്കത്തില്ല. ഓക്കെ, അപ്പം റാൻഡം മോഷനിൽ നിന്ന് എന്താ റാപ്പിഡ് റാൻഡം മോഷനിൽ നിന്ന് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? കറണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ?
ക്ലിയർ ആണല്ലോ? ഐഡിയ കിട്ടിയോ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ ഈസ് ഈക്വൽ ടു എന്താന്ന് എഴുതാം, ചാർജ് ബൈ ടൈം അല്ലേ? ഇങ്ങനെയല്ലേ എഴുതുന്നത്? ആണല്ലോ. ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ചാർജ് ആവുള്ളൂ? ചാർജ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇലക്ട്രോൺസ് ആണ് എഴുതുന്നത്. ഒരു ഇലക്ട്രോൺ ആണോ എഴുതുന്നത്? അല്ല, എത്ര ഇലക്ട്രോൺസ് ഉള്ളൂ? ലക്ഷക്കണക്കിന് ഇലക്ട്രോൺസ്. അതിനെ ഞാൻ n എന്ന് അങ്ങോട്ട് എഴുതും. ഓക്കെ. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺ, അതായത് n, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ് E ആണ്. അപ്പം n ഇൻറ്റു E ഡിവൈഡഡ് ബൈ T എന്ന് വേണമെങ്കിൽ. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന് അറിയോ? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ എന്ന് കൊടുക്കണേ. ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1.6 into 10 raised to minus 19 കൂളംബ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ചാർജ് ഒഴുകിയാൽ എന്തുണ്ടാകത്തുള്ളൂ? കറണ്ട് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ ചാർജിന്റെ ഒഴുക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത് കാര്യം മനസ്സിലാക്കണം. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് ഒരു കാര്യം ഇവിടെ ചെയ്യാം. How many എഴുതിക്കോ, how many electrons are present in 1 coulomb of charge? 1 coulomb of charge. How many electrons are present in 1 coulomb of charge? എത്ര ഇലക്ട്രോൺസ് പ്രസന്റ് ആണ്? നോക്കാം. നോക്കിയോ, എത്ര ഇലക്ട്രോൺസ്? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു N ഇൻറ്റു E എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇല്ലേ? ആണല്ലോ. ഈ Q എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ചാർജ് ഉണ്ടെന്ന്. അത് എത്ര ചാർജ് അവിടെ പറഞ്ഞിരിക്കുന്നത്? 1 കൂളംബ്. അപ്പൊ Q1 കൊടുക്കുക, E ഈസ് ഈക്വൽ ടു N ഇൻറ്റു E എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഒരു ഇലക്ട്രോണിന്റെ ചാർജിനെയാണ് E എന്ന് പറയുന്നത്. അത് എത്ര? 1.6 into 10 raised to minus 19. നമുക്ക് എത്ര കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു കൂളംബ് ചാർജിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് n ആണ് കണ്ടുപിടിക്കുന്നത്. n കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവനെ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ പോരെ. 1/1.6 into 10 raised to minus 19 is equal to n എന്ന് വരുന്നു. അവിടുന്ന് n is equal to നമുക്ക് ഇങ്ങനെ എഴുതാം, 1/1.6. ഈ താഴെയുള്ള 10 raised to minus 19 എന്ത് ചെയ്യാം? നമുക്ക് മുകളിൽ കൊണ്ടുപോയി 10 raised to 19 ആക്കാമല്ലോ, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 1/1.6 നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ? ഇങ്ങനെ കിട്ടും, 0.625 എന്ന് കിട്ടും. ഇൻറ്റു 10 raised to 19 എന്ന് കിട്ടും. അല്ലയോ? ആണല്ലോ. ഇനി നമുക്ക് ഈ പോയിന്റിനെ ഒരെണ്ണം ഇങ്ങോട്ടേക്ക് മാറ്റിയാലോ, റൈറ്റിലോട്ട് മാറ്റിയാലോ? പോയിന്റിനെ റൈറ്റിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ചെയ്യണം. ഇൻറ്റു 10 ചെയ്താൽ മാത്രം മതിയോ? അല്ല, ഡിവൈഡ് ബൈ 10 ചെയ്യണം, അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? മുകളിൽ ഓൾറെഡി ഒരു 10 raised to 19 കിടപ്പുണ്ട്, അതോടെ കിടക്കട്ടെ. ഇനി 6.625 into 10 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6.25 കിട്ടും. ഓക്കെ ആണല്ലോ? ഡിവൈഡ് ബൈ താഴെ ഒരു 10 ഉണ്ട്, ഇൻറ്റു 10 raised to 19 ഉണ്ട്. ഇത് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും, 6.25 into 10 raised to 19. ഇത് 10 raised to 1 ആ. ഇത് മുകളിൽ പോകുമ്പോൾ എത്ര വരും? ഇതെന്ത് വരും? 10 raised to -1 വരും. അങ്ങനെയാണെങ്കിൽ 6.25 into 10 raised to 18 ആയിരിക്കും വരുന്നത്. അത്രയും ഇല്ല. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറയണേ.
എഴുതിയോ? ഓക്കെ, അഭിനവ് ഓക്കെ ആണോ? എത്ര നേരം പഠിപ്പിച്ചത് അഭിനവ്? ഓക്കെ. ഇനിയും ഒരു ഹെഡിങ് കൂടി, യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞത്. യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷനിൽ നിന്ന് I = Q/T എന്നാണ് പഠിച്ചിട്ടുള്ളത്. Q എന്ന് പറഞ്ഞാൽ എന്താ? Qന്റെ യൂണിറ്റ് എന്താ? കൂളംബ് ആണോ? കൂളംബ് ശരിയല്ലേ? COLOUMB കൂളംബ്. അതിനെ നമ്മൾ C എന്ന് എഴുതുന്നു. ഡിവൈഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് അല്ലേ? അതിന് നമുക്ക് കൂളംബ്/സെക്കൻഡ് എന്ന് എഴുതാം. കൂളംബ്/സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കൂളംബ്/സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആംപിയർ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ആംപിയർ. അപ്പം 1 മില്ലി ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ ആംപിയർ ആകും. മില്ലി ആംപിയറിനെ എപ്പോഴും ആംപിയറിലോട്ട് കൺവേർട്ട് ചെയ്ത് വേണം ചെയ്യാൻ. കേട്ടില്ല അവനെ? how many electrons are present in 1 coulomb of charge? അങ്ങനെ ചോദിക്കുമ്പോൾ ഇതെല്ലാം എഴുതുന്നത് 6.25 എഴുതിയോ? അല്ല അത് 6.25 × 10⁻⁹ കൂളംബ് മാത്രം എഴുതിയാൽ മതിയെന്നോ? അല്ല മോനെ, ഇത് ചിലപ്പോ ഞാനിപ്പോ 1 കൂളംബ് എന്നല്ല ചോദിച്ചേ. ചിലപ്പോ അവര് ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, 3.2 × 10⁵ കൂളംബിനകത്ത് എത്ര ഇലക്ട്രോണിക് ചാർജ് ഉണ്ട് എന്ന് ചോദിക്കും. അപ്പോഴാണെങ്കിൽ നിങ്ങൾ എന്ത് എടുക്കണം? Q = N × E. Qക്ക് പകരം അവർ തന്നിരിക്കുന്ന കൂളംബ് കൊടുത്തിട്ട് അവിടെ Eക്ക് 1.6 കൊടുത്തിട്ട് എന്ന് കണ്ടുപിടിക്കണം. ഇതുപോലെ മനസ്സിലായി? ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സാമ്പിൾ തന്നേ ഉള്ളൂ. മനസ്സിലായോ? ഏതാ? 1 ചോദിക്കുകയാണെങ്കിൽ ഇത് മതിയല്ലോ. 1 കൂളംബ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നേ കാണാൻ പഠിച്ചു എഴുതുക, അല്ലെങ്കിൽ അതേപോലെ 1 മൈക്രോ ആംപിയർ. മൈക്രോ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ? നോക്കിയോ, യു നിങ്ങൾ എഴുതില്ലേ? യു എങ്ങനെ എഴുതുന്നേ? ഇങ്ങനെ എഴുതുന്നേ അല്ലയോ? യുവിന്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ കൂട്ടിയാണ് മൈക്രോ ആംപിയർ. 1 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആംപിയർ ആയിരിക്കും. അത് എഴുതിക്കണം. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. പൊട്ടൻഷ്യൽ എന്നൊരു ഹെഡിങ് എടുത്തോ. പൊട്ടൻഷ്യൽ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, അതായത് നിങ്ങളൊരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺസ് റാൻഡം മോഷനിലാണ് ആണോ? ഈ റാൻഡം മോഷനിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് എന്ത് ചെയ്യണം? ഒരേ ഡയറക്ഷനിലോട്ട് ഫ്ലോ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഇലക്ട്രോൺ ഒരു തെള്ളു കൊടുക്കണം. തെള്ളു മീൻസ് വർക്ക്. അപ്പൊ ഇലക്ട്രോണിന്റെ മണ്ടയ്ക്ക് വർക്ക് കൊടുത്താൽ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ ഇവിടെ കൊടുക്കും, ഈ ഇലക്ട്രോൺ ഇവിടെ കൊടുക്കും, ഈ ഇലക്ട്രോൺ ഇവിടെ കൊടുക്കും. ഈ ഇലക്ട്രോണുകളെല്ലാം എന്ത് ചെയ്യും? ഒരേ ഡയറക്ഷനിലോട്ട് ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനകത്ത് എന്തുണ്ടാവും? ആരോടും ശ്രദ്ധിക്കുന്നില്ല, ആരോടും ഉണ്ടാവണം കേട്ടോ. അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഫ്ലോ ഓഫ് ചാർജ്, ഈ ഇലക്ട്രോണിനെ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ V ആണ്. പക്ഷെ ഇവിടെ വേറെ രീതിയിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ കറക്റ്റ് തന്നെയാണ് രണ്ടും ഒരു. നിങ്ങൾ ഈ ഇലക്ട്രോണിനെ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ കൊടുക്കണം. ഈ പൊട്ടൻഷ്യൽ എന്തിന്റെ സഹായത്തോട് കൊടുക്കുന്നത് അറിയോ? ഒരു ബാറ്ററി കൊടുത്താൽ മതി. കണ്ടോ, ഈ സൈഡിൽ ബാറ്ററിയുടെ പോസിറ്റീവ് കൊണ്ട് കണക്ട് ചെയ്യുക, ഈ സൈഡിൽ ബാറ്ററി നെഗറ്റീവ് കൊണ്ട് കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ബാറ്ററിയുടെ സൈഡിൽ ഈ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോണുകളെ എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും ഇല്ലേ? അപ്പൊ നോക്കി, ഇങ്ങോട്ടേക്ക് എല്ലാവരും എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഫ്ലോ ചെയ്യും. ഇതാണ് ശരിക്കും കൺസെപ്റ്റ്. എന്നാൽ ഡെഫിനിഷൻ ഇങ്ങനെ വേണം പഠിക്കാൻ. നോക്കിക്കോളൂ, ഡെഫിനിഷൻ ഇങ്ങനെ വേണം പഠിക്കാൻ. It is the amount of work done per unit charge. Amount of work done per unit charge in bringing a positive test charge ആണ്. positive test charge from infinity to that
ഓക്കെ ആണല്ലോ. ഇത് പക്ഷെ നമ്മളിപ്പം വർക്ക് ഡൺ തന്നെയാണ് പറഞ്ഞത്, പക്ഷെ വേറൊരു രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലയോ. അതിന്റെ കാരണം എന്താണെന്ന് നോക്കിയോ. ഞാൻ ഇപ്പം ഇതൊരു പോസിറ്റീവ് ചാർജ് ആയിട്ട് കണ്ടു. ഒരു ചാർജ് ബോഡിയാണ്. ഈ ചാർജ് ബോഡിയുടെ ചാർജ് പോസിറ്റീവ് ആണ്. ഇതൊരു ചാർജ് ബോഡിയാണ്. ചാർജ് ബോഡിയാണ്. ഓക്കെ. ഈ ചാർജ് ബോഡിയുടെ ചാർജ് എന്താ? പോസിറ്റീവ്. ഓക്കെ. അപ്പം ഈ ചാർജ് നമുക്കറിയാം, രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും? റിപ്പൽ ചെയ്യും. ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് അടുത്ത് വന്നാൽ അട്രാക്ട് ചെയ്യും ആണല്ലോ. ഓക്കെ. അപ്പം ഇതൊരു വലിയ ചാർജ് ബോഡിയാണ്. അപ്പൊ ഇതിന് ചുറ്റിനും എത്രയോ ഒരു റീജിയണിൽ ഇത്ര ഒരു റീജിയൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു റീജിയണിൽ നിങ്ങൾ പോസിറ്റീവ് മാഗ്നറ്റും അതുപോലെ തന്നെയല്ലേ. നിങ്ങൾ മാഗ്നറ്റിന്റെ ദൂരെ കൊണ്ടൊരു ഇരുമ്പിനെ വെച്ച് കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യുമോ? ഇല്ല. അതിന്റെ ഒരു റേഞ്ചിൽ കൊണ്ടുവരണം അല്ലേ. അപ്പൊ ഇവിടെ ഇതിന്റെ ഈ അട്രാക്ഷൻ റിപ്പൾസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റേഞ്ച് ഇത്രയാണെന്ന് വിചാരിക്കുക. ഓക്കെ. ഇതിനകത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയാമോ? വളരെ ചെറിയ, അതായത് ഇതിന്റെ ഫോഴ്സ് എത്ര ഉണ്ടെന്ന് ടെസ്റ്റ്, അല്ലെങ്കിൽ ഇതിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെ റിപ്പൾസീവ് ഫോഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ടെസ്റ്റ് ചാർജിനെ ഇപ്പം ഒരു എല്ലാ ഹോട്ടലിലും ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലിലും അവിടെ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട്. ഒരു ജോബാണ്. ഇപ്പൊ വലിയ വലിയ ക്യാൻഡി, ഇപ്പൊ അല്ല, കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ജർമ്മനിയിലെ ഒരു ക്യാൻഡി എന്താ ഫാക്ടറിയാണ്. ആ ക്യാൻഡി ഫാക്ടറിയിൽ ആ ക്യാൻഡിയുടെ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആളുടെ ഇത് എന്താ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പം അത് എന്താ അതിനുവേണ്ടി എന്താണ് എത്രയോ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ അങ്ങനെ സാലറി കൊടുത്താണ് അത് ഇതാക്കുന്നത്. അവരുടെ പരിപാടി എന്താ? ആ മിഠായിയുടെ ക്വാളിറ്റി കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് മാത്രം ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ. പക്ഷെ അതായത് മദ്യപിക്കാൻ പറ്റത്തില്ല, സിഗരറ്റ് വലിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കമ്പനി അനുവദിക്കത്തില്ല. നാക്കിന്റെ ടേസ്റ്റ് പോകുന്ന ഒരു സാധനം, ഒത്തിരി എരിയുള്ള സാധനം കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെല്ലാം അത് എല്ലാം സമ്മതിച്ചാൽ പുള്ളിക്ക് അവിടുത്തെ ജോലി കിട്ടും. അത് നല്ലതായിട്ട് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു സാധനം. അതേപോലെ ഇതിന്റെ ഫോഴ്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടെസ്റ്ററിനെ വിളിക്കാൻ പോവാം. ആ ടെസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ചാർജ്. ഓക്കെ. ആ ടെസ്റ്റ് ചാർജ് എപ്പോഴും പോസിറ്റീവാണ്. അത് വളരെ ചെറിയൊരു ചാർജ്. അപ്പൊ ഞാൻ ഒരു ടെസ്റ്റ് ചാർജിനെ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിനെ ഇവിടൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. എന്നാൽ എനിക്ക് ഈ പോസിറ്റീവ് ചാർജിനെ എവിടെ കൊണ്ട് വെക്കണം? ഇവനെ തൊട്ടടുത്ത് കൊണ്ട് വെക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു ഫോഴ്സ് കൊടുക്കുക എന്നല്ല പറയുന്നത്, ഞാനൊരു വർക്ക് ഡൺ ചെയ്യണം. മനസ്സിലായോ? അപ്പം ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ചാർജിനെ ഈ ഒരു ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഇവിടെ ഇരിക്കുന്ന ഈ ചാർജിനെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ നോക്കി, ഇനി ആ ഡെഫിനിഷൻ നോക്കിയേ. വർക്ക് ഡൺ, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ബ്രിങ് എ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. കണ്ടോ? ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിൽ. അതിന്റെ പ്രശ്നം എന്താ? ഇൻഫിനിറ്റി നിൽക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിനകത്തോട്ട് കയറ്റി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിനകത്തോട്ട് കയറ്റി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇവനെ തെള്ളും ഇങ്ങോട്ടേക്ക്. ആ തെള്ളലിനെ ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവന്റെ മണ്ടയ്ക്ക് ഒരു വർക്ക് ഡൺ ചെയ്ത് ഇവിടുന്ന് ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ആ ചെയ്ത വർക്ക് ഡണ്ണിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണേ വരച്ചു, ഇത് ടെസ്റ്റ് ചാർജ് എന്ന് റഫായിട്ട് വരച്ചിട്ടാ മതി. ടെസ്റ്റ് ചാർജ് ആണ്. ടെസ്റ്റ് ചാർജിനെ വളരെ സ്മോൾ ലെറ്റർ അല്ലെങ്കിൽ എന്താ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ആണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തു. ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനിയും നമുക്ക് ഇതിന്റെ ഇക്വേഷൻ, പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? ബി ആണ്. ഓക്കെ. ബി ഈസിക്കൽ എന്താ പറഞ്ഞത്? നമ്മളിപ്പോ ബി എന്താന്ന് പറഞ്ഞത്? ആ ടെസ്റ്റ് ചാർജിനെ മണ്ടക്ക് ചെയ്യുന്ന വർക്ക് ഡണ്ണിനെ അല്ലേ നമ്മൾ ബി എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് വർക്ക് ഡൺ പെർ ടെസ്റ്റ് ചാർജ് W/Q. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡബ്ല്യൂന്റെ യൂണിറ്റ് എന്താ? വർക്കിന്റെ യൂണിറ്റ് എന്താ? ജൂള്. ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളംബ്. ജൂൾ പെർ കൂളമ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയാമോ? വോൾട്ട് എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇൻഫിനിറ്റിന്ന് ആ പോയിന്റ് വരെ കൊണ്ടുവരാൻ ചെയ്ത വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്നാൽ അടുത്തടുത്ത രണ്ട് പോയിന്റിലേക്ക് നീക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക്, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ് എടുക്കുക. ഇവിടെ ടെസ്റ്റ് ചാർജ് ഇരിക്കുക, ടെസ്റ്റ് ചാർജ്. ഈ ടെസ്റ്റ് ചാർജിനെ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നീക്കാൻ, അടുത്തടുത്ത രണ്ട് പോയിന്റിലേക്ക് നീക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓർത്തോണം, മറ്റേത് ഇൻഫിനിറ്റി ടു എ പോയിന്റ്, ഇതെന്താ ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഓക്കെ ആണല്ലോ? അതാണ് അതിന്റെ വ്യത്യാസം. അപ്പം ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ഡി എന്നാണ് എഴുതുന്നത്. പി ഡി ബിറ്റ്വീൻ 2 points is the work done per unit charge work done per unit charge എന്താണ്? in moving a positive test charge from one point to another. ഇത് വേറൊരു കാര്യം പറഞ്ഞു, അവിടെ അത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് എഴുതണേ. ഏതാ? പൊട്ടൻഷ്യൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്കെയിലാർ ക്വാണ്ടിറ്റി. രണ്ടിനും ഡയറക്ഷൻ ഇല്ല. ഇവിടെ ഇതൊരു ഡോട്ട്, അടുത്തൊരു ഡോട്ട്, ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? വി തന്നെയാണ്. അപ്പം പൊട്ടൻഷ്യൽ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം എ ടു ബി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? VAB എന്ന് പറയും. VAB ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ എന്ത് തന്നെയാണ്? W/Q തന്നെ. ഇതെന്തുകൊണ്ടാ? എടാ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കാണും, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ആണ്. എവിടുത്തെ പൊട്ടൻഷ്യലാണ് കൂടുതൽ? ഈ ചാർജിന്റെ അടുത്തിരിക്കുന്നിടത്താണ് കൂടുതൽ വർക്ക് ഡൺ ചെയ്യേണ്ടത്. ശരിയല്ലേ? ശരിയാണോ? ഞാൻ ഒരു കാര്യം ചെയ്തേ, ഈ ചാർജിനെ ഇവിടെ വെച്ചിരിക്കുക, ഞാൻ കൈ എടുത്തു, എന്ത് സംഭവിക്കും? ഇങ്ങോട്ടേക്ക് പോകും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ഫോഴ്സ് ആണോ കൂടുതൽ, അതോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ഫോഴ്സ് ആണോ? ഇവിടുന്ന്. കാരണം ഈ ചാർജിന്റെ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ആണ് ഇവിടുന്ന് പോയിട്ടില്ല. അപ്പൊ ഇവിടെ ആയിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുക്കേണ്ടത്. ഇവിടെ ഈ ചാർജിനെ പിടിച്ചു നിർത്താനായിരിക്കും നമ്മൾ കൂടുതൽ വർക്ക് ഡൺ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇവിടത്തെ കാര്യം. അപ്പൊ കൂടിയത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മൾ എപ്പോഴും ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ എന്താ? കൂടിയത് മൈനസ് കുറഞ്ഞ. അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് എ ഈക്വൽ ടു അവിടെ ചെയ്യുന്ന വർക്ക് W/Q. ഓക്കെ ആണല്ലോ? യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും? യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജൂൾ പെർ കൂളംബ് തന്നെയായിരിക്കും. അതെന്തായിരിക്കും? വോൾട്ടേജ്. അടുത്ത ഹെഡിങ് റെസിസ്റ്റൻസ്. The obstruction to the flow of current is called obstruction to the flow of current is called obstruction to the flow of current is called resistance. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു, ഇതിനകത്ത് ഫുള്ള് ഇപ്പം സോഡിയം Na ആണല്ലോ. ഇതിനകത്ത് നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്ത് ചാടി കഴിഞ്ഞാൽ ഇവൻ എന്തായിട്ട് മാറും? Na+ ആവത്തില്ലേ? ആണോ? ഈ Na+ എവിടെ ഇരിക്കുക? ഇവിടെ ഇരിക്കുക. Na+ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടത്തെ ഇലക്ട്രോൺസ് ഒക്കെ എവിടെയാ ചാടിയത്? ഇവിടെയാണ് ചാടിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഇവിടെ ഞാൻ ബാറ്ററി കൊടുക്കുക, ബാറ്ററിയുടെ പോസിറ്റീവും ഇവിടെ ഞാൻ ബാറ്ററി നെഗറ്റീവും കൊടുക്കുക. ഈ ഇലക്ട്രോൺ അല്ലെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന പറഞ്ഞു, ഇങ്ങോട്ടേക്ക്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, സുഖമായിട്ട് മൂവ് ചെയ്യുമോ? ഇല്ല. കാരണം എന്ത് ചെയ്യും? ഇവൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ആദ്യം ഈ ന്യൂക്ലിയസ് ചെന്ന് അങ്ങോട്ട് ഇടിച്ചാൽ ഇങ്ങോട്ടേക്ക് എന്തുണ്ട്? അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ കറങ്ങി തന്നെ ഇങ്ങനെ ഒരു അടുത്ത് ഇവിടെ പോയിരിക്കും.
ഇടിച്ചിടിച്ചാ പോകുന്നത്. അപ്പോൾ ഓൾറെഡി എന്തായതിനകത്തുണ്ട്, സുഗമമായിട്ട് പോകാൻ പറ്റത്തില്ല, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതിനെയാണ് ദി ഒബ്സ്ട്രക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. ഓക്കെ, അത് ഇൻബിൽഡ് ആണ്. അത് നല്ലതായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട്. ഇപ്പം റെസിസ്റ്റൻസ് കൂടുതലുള്ള ആൾക്കാർക്ക് കറണ്ട് നല്ല രീതിയിൽ പോകത്തില്ല. ശരിയല്ലേ? ആണോ? ഇപ്പം പ്ലാസ്റ്റിക്കിനകത്ത് റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതൽ, അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യാത്തത്, കറണ്ട് ഫ്ലോ ചെയ്യാത്തത്. ശരിയല്ലേ? ആണോ? എന്നാൽ ഇരുമ്പ് എന്താ, റെസിസ്റ്റൻസ് കുറവാണ്, പക്ഷെ റെസിസ്റ്റൻസ് ഇല്ലെന്നല്ല, റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ കുറവാണ്, അതുകൊണ്ടാണ് കറണ്ട് എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഏതൊരു കണ്ടക്ടർ എടുത്താലും അതിനകത്ത് എന്തുണ്ടാവും, റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിക്കണം. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അത് കൺസെപ്റ്റ് ഒന്നും പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്നും പഠിച്ചാൽ മതി. ഇനി ഇതിനെ റെസിസ്റ്റൻസിന്റെ സിമ്പൽ ആർ എന്നാണ്. അത് വേണമെങ്കിൽ ആ ഹെഡിങ്ങിലൂടെ ബ്രാക്കറ്റിൽ ഇട്ടോ, ക്യാപിറ്റൽ ലെറ്റർ ആർ. ഏതാ നമ്മൾ കണ്ടക്ടറാണ്. കറണ്ട് പോവും. കറണ്ട് ഉള്ളത് നമ്മുടെ അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായി? നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ പോയാൽ അടിച്ച് പോവും. അതിന് ഇതൊന്നുമില്ല. കണ്ടക്ടറിന്റെ ഇതാ പറയുന്നത്. നമ്മളിപ്പോ ഈ പറഞ്ഞ എന്താ, നമ്മളിപ്പോ ഇതെല്ലാം ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ബൈ എ കണ്ടക്ടർ. അതുകൂടെ എഴുതിക്കണം, ബൈ എ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ അതിനകത്ത് റെസിസ്റ്റൻസ് ഒന്നുമില്ല, അടിച്ച് കയറ്റപ്പെടും. സ്പൈക്ക് ആയിട്ട്. കണ്ടക്ടറിന്റെ കാര്യമാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ. ഇനി ചോദിക്കരുത്. അപ്പം ഇവിടെ ശ്രദ്ധിച്ചോണം. ഓക്കെ, അടുത്തത് ഓംസ് ലോ എന്നൊരു ഹെഡിങ് എഴുതിയോ. ഓംസ് ലോ എന്നൊരു ഹെഡിങ്. ഓംസ് ലോ പറയുന്നത് എന്താ പറയുക, ഈ കറണ്ടിനെയും ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും റെസിസ്റ്റൻസിനെയും മൂന്നിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലോ ആണ് ഓംസ് ലോ. ഓക്കെ ആണോ? ഓംസ് ലോ പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അതിനർത്ഥം എന്തുവാ, നിങ്ങൾ കൂടുതൽ ഇലക്ട്രോൺസിനെ തള്ളിയാൽ കൂടുതൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും, കൂടുതൽ കറണ്ട് ഉണ്ടാവുമല്ലോ. ആണോ? നിങ്ങൾ ഇലക്ട്രോൺസിനെ നല്ല രീതിയിൽ തള്ളിയാൽ കൂടുതൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് കൂടുതൽ കറണ്ട് ഉണ്ടാകത്തില്ലേ? അപ്പം പൊട്ടൻഷ്യൽ കൂട്ടിയാൽ എന്ത് കൂടും? നിങ്ങൾ ഇലക്ട്രോണിനെ തള്ളുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ മൂവ് ചെയ്യും. ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസിന് കൂടുതൽ പൊട്ടൻഷ്യൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് ഉണ്ടാവുന്നില്ല. കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വർക്ക് ഡൺ നടക്കും. കൂടുതൽ വർക്ക് ഡൺ നടന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. കൂടുതൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങിയാൽ കൂടുതൽ കറണ്ട് ഉണ്ടാവും, അല്ലേ? അപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പൊട്ടൻഷ്യൽ കൊടുത്താൽ കറണ്ട് കൂടും. കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് ആവും, അല്ലെങ്കിൽ കറണ്ട് കൂടും. അതാണ് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് കൂടിയാൽ മറ്റേത് കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടിയാൽ മറ്റേത് കുറയും. എഴുതി. അപ്പൊ ഇങ്ങനെ എഴുതാം, അക്കോർഡിംഗ് ടു ഓംസ് ലോ, according to Ohm's law, the current flowing in a conductor is directly proportional to the potential difference applied across its end. ഒരു കാര്യം ചെയ്യാമോ, അക്കോർഡിംഗ് ടു ഓംസ് ലോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മറ്റേ ലാസ്റ്റ് ആവുന്നത് അത് വേണ്ട. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a conductor is directly proportional to എന്താണ്, directly proportional to potential difference applied across end. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, V directly proportional to I എന്ന് എഴുതാം, അല്ലെങ്കിൽ I directly proportional to V എന്ന് എഴുതാം. ഓക്കെ, V directly proportional to I എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ,
വി കൂടിയാൽ ഐയും കൂടുമെന്നും വി കുറഞ്ഞാൽ ഐ കുറയുമെന്നാണ് ആണല്ലോ. ഓക്കെ, ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയിട്ട് നമുക്ക് ഈക്വൽ ടു ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓർക്കുന്നുണ്ടോ? നമ്മൾ പലയിടത്തും പഠിച്ച. അപ്പൊ വി ഈസ് ഈക്വൽ ടു നമുക്ക് തന്നെ എഴുതാം, ഒരു കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് ഇൻറ്റു ഐ എന്ന് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? This constant is known as resistance. This constant is known as resistance. അതായത് V is equal to നമുക്ക് എന്താ എഴുതാം? R into I. അതായത് V is equal to IR എന്നാക്കിയിട്ട് ആണെങ്കിൽ V by I is equal to R എന്ന് എഴുതാം. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് നിങ്ങൾ പല പല വിയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പല പല ഐയുടെ വാല്യൂ ഉണ്ടാവും. പക്ഷെ V by I ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ ആ റെസിസ്റ്റൻസിനകത്ത് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓം എന്നും കൂടെ എഴുതിയാൽ റെസിസ്റ്റൻസ് എഴുതിയില്ലേ? യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ വേണ്ട, അവിടെ വേണ്ട, ഇവിടെ എഴുതിക്കും. ഇതിന്റെ ബാക്ക് ഇവിടെ തന്നെ എഴുതിക്കും, ഇവിടെ എഴുതാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്താ V by I ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? R കിട്ടും, റെസിസ്റ്റൻസ് കിട്ടും, ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കിട്ടും. പക്ഷെ ആ റെസിസ്റ്റൻസ് നിങ്ങൾ ഏതൊക്കെ V വാല്യൂ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ട് നിങ്ങൾ വിയുടെ ഇപ്പൊ V ഒരു വാല്യൂ കൊടുത്തു, അതിനനുസരിച്ച് I ഉണ്ടായി. V by I ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ഒരു വാല്യൂ ആയിരിക്കും. എന്നാൽ വിയുടെ വാല്യൂ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു, അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഐയും ചേഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ആദ്യം കിട്ടിയ അതേ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആയിരിക്കും. നമുക്ക് അതൊരു എക്സ്പെരിമെന്റ് രീതി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കിയോ, യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നിരിക്കും. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? V by I അല്ലേ? വിയുടെ യൂണിറ്റ് എന്താ? വോൾട്ട് അല്ലേ? കറണ്ടിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ അല്ലേ? വോൾട്ട് പെർ ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വോൾട്ട് പെർ ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓം എന്നാണ് പറയുന്നത്. ഓം, OHM. അതിന്റെ സിമ്പൽ സിമ്പൽ നോക്കിയോ എങ്ങനെയാണ്? ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ. ഡിഫൈൻ വണ്ണോ എഴുതിക്കേ, ഡിഫൈൻ വണ്ണോ. resistance of a conductor is said to be 1 ohm if 1 ampere current flows through it when a potential difference of 1 volt is applied across the ends of the conductor. Clear ആണോ? എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? നിങ്ങൾ 1 ഓമിനെ നിങ്ങൾ എങ്ങനെ യൂണിറ്റ് ആയിട്ട് എഴുതിയത്? 1 വോൾട്ട് ഡിവൈഡഡ് ബൈ 1 ആംപിയർ അല്ലേ? അതായത് 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി 1 വോൾട്ട് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് 1 ഓം എന്ന് പറയുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്താണ്? 1 കിലോ ഓം എന്ന് പറഞ്ഞാൽ 10⁻³ ഓം ആണ്. 1 മെഗാ ഓം, അതായത് ക്യാപിറ്റൽ M ഓം ഈസ് ഈക്വൽ ടു 10⁻6 ഓം ആണ്. അത് വേണം എഴുതാം.
ഇനി റെസിസ്റ്റൻസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. എന്താണ് കണ്ടക്ടൻസ്? അതിനെ ജി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ജി. The reciprocal of resistance is known as conductance. The reciprocal of resistance is called conductance. എന്ന് പറയാൻ അർത്ഥം എന്തുവാ? റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടക്ടറിനകത്തൂടെ ഇലക്ട്രോൺസിനെ കടത്തി വിടാത്ത ടെൻഡൻസി ആണെങ്കിൽ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കടത്തി വിടുന്ന പ്രോപ്പർട്ടിയാണ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫ്ലോയിനെ തടയുന്ന പ്രോപ്പർട്ടി, മറ്റേ ഫ്ലോയിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, കണ്ടക്ടിവിറ്റി കണ്ടക്ടൻസ് G ഈസ് ഈക്വൽ ടു എന്താന്ന് എഴുതാം? 1 by റെസിസ്റ്റൻസ്. അപ്പൊ നോക്കിയോ, അതിന്റെ യൂണിറ്റ് നോക്കിയോ. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താവും? കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താവും? നമുക്കറിയാം, യൂണിറ്റ് 1 by ഓം എന്നല്ലേ വരുന്നത്. 1 by ഓമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഓം റേസ് ടു -1 എന്ന് എഴുതാം, ഇല്ലേ? അല്ലെങ്കിൽ സീമെൻസ് എന്ന് എഴുതാം. SIEMEN. അടുത്തത് VI ഗ്രാഫ് എന്നൊരു എഴുതി കൊടുക്കുക. VI ഗ്രാഫ്. നമുക്ക് രണ്ട് ടൈപ്പ് ഗ്രാഫ് ഉണ്ട്. VI ഗ്രാഫും ഉണ്ട്, IV ഗ്രാഫും ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ ഒരു സർക്യൂട്ട് എടുക്കാൻ പോവാം. ആ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ സർക്യൂട്ടിൽ ഒരു 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 റെസിസ്റ്റർ എന്ന് പറയുന്ന സാധനം, റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിന് കൊടുക്കുന്നതാണ് ഞാൻ. ഇവിടെ വേണം നിങ്ങൾക്ക് ബൾബ് വേണേൽ കൺസിഡർ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ബൾബ് എടുക്കാം. ഇവിടെ ഒരു ബൾബ് എടുക്കാം. ബൾബിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ബൾബിന്റെ സിമ്പിൾ ഇങ്ങനെ. അപ്പൊ ഈ ബൾബ് ഞാൻ ബാറ്ററിയുടെ ഒരു പോസിറ്റീവിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യാൻ പോകും. ബാറ്ററിയുടെ പോസിറ്റീവിൽ. എന്നിട്ട് ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ആണ് നമ്മളൊരു റിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമുക്ക് പൊട്ടൻഷ്യലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റിന്റെ കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇത് നേരെ നമ്മൾ അമ്മീറ്ററിലോട്ട് കണക്ട് ചെയ്യും. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കറണ്ടിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് പേരാണ് അമ്മീറ്റർ. ഓക്കെ ആണല്ലോ? പിന്നെ എന്താണെന്ന് അറിയാമോ? പിന്നെ ഞാൻ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്. വോൾട്ട് മീറ്റർ. ഓക്കെ. നിങ്ങൾ VI ഗ്രാഫ് എന്ന് എഴുതിയോ? VI ഗ്രാഫ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ താഴോട്ടൊരു കാര്യം, ഈ പടം വരയ്ക്കുന്നതിന് ഒരു കാര്യം കൂടെ എഴുതി. അമ്മീറ്റർ എന്ന് എഴുതി. അമ്മീറ്റർ എഴുതി. A device used to measure current. അമ്മീറ്റർ എന്ന് എഴുതിയിട്ട് VI ഗ്രാഫ് എന്ന് എഴുതിയിട്ട് അടുത്ത അമ്മീറ്റർ എന്ന് എഴുതി. എന്നിട്ട് പടം വരയ്ക്കാവേ. അമ്മീറ്റർ എന്ന് എഴുതിയിട്ട് a device used to measure current and it is always connected in series with the circuit. സീരിയസ് ആയിട്ട് നേരെ കണക്ട് ചെയ്തിട്ടുള്ളൂ. അത് വോൾട്ട് മീറ്റർ എന്ന് എഴുതാം. Sorry, a device used to measure current and it is always connected in series with the circuit. നിങ്ങളുടെ ടെക്സ്റ്റിലെ പോലെയല്ല ഞാൻ വരച്ചിരിക്കുന്നത്, ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്.
ഓക്കെ, ഇതിന്റെ പേര് റിയോസ്റ്റാറ്റ് ആണ്. ഈ പടം വരച്ച് ഏതാ കേട്ടില്ല. വോൾട്ട്മീറ്റർ പറഞ്ഞില്ല. വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a device used to measure potential difference. It is always connected in parallel with the circuit. ഇനി ഇത് വരച്ച് ഇത് റിയോസ്റ്റാറ്റ്, ഇത് ബൾബ്, ഇത് വോൾട്ട് മീറ്റർ, ഇത് അമീറ്റർ, ഇത് ബാറ്ററി. ഒരു കീ കൂടെ വരയ്ക്കണം. ആ കീ വേണ്ട, റിയോസ്റ്റാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കീ കൂടെ കൊടുത്തേ. ഒരു കീ കൂടെ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് റിട്ടേൺ പോകും. വരച്ചോ അഭിനവ്, വരച്ചോ. വരച്ചു. സന വരച്ചു. വരച്ചോ. സാറേ കീ വരച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? കീ ഇല്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ വരച്ചു ചെയ്യണ്ട, അത് പറഞ്ഞത് കുഴപ്പമില്ല. നോക്കിയോ, അവിടെ ചുമ്മാ കീ വരച്ചിട്ട് ഒരു നടുക്കൊരു കുത്തിറേ, കുഴപ്പമൊന്നുമില്ല, റഫായിട്ടില്ല കളിക്കാൻ. ഒരു പരീക്ഷയ്ക്ക് പാടമൊന്നും ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞ വരയ്ക്കുന്നതാ. ഓക്കെ, ഇവിടെ നോക്കിയോ, ഈ ബാറ്ററിക്ക് മാക്സിമം ഒരു 10 വോൾട്ട് പൊട്ടൻഷ്യലാണ് കൊടുക്കാൻ കഴിയും. ഓക്കെ, എന്നാൽ ഈ റിയോസ്റ്റാറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. 2, 4, 6, 8, 10 അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? 10 വോൾട്ട്. ഈ റിയോസ്റ്റാറ്റ് ഇല്ലെങ്കിൽ ഈ സർക്യൂട്ടിനകത്തുള്ള 10 വോൾട്ട് പൊട്ടൻഷ്യൽ ആയിരിക്കും ഒഴുകുന്നത്. പക്ഷെ റിയോസ്റ്റാറ്റ് വെച്ച് റിയോസ്റ്റാറ്റിനെ ഇങ്ങനെ നീക്കാൻ പറ്റുന്ന ഒരു സാധനം. റിയോസ്റ്റാറ്റ് ഈ സൈഡിലോട്ട് നീക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് പൊട്ടൻഷ്യലേ അവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അതിനനുസരിച്ചുള്ള കറണ്ട് അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? റിയോസ്റ്റാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പൊട്ടൻഷ്യലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന ഒരു ഡിവൈസ് ആണ്. ഓക്കെ ആണല്ലോ. ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതിന് താഴോട്ട് നിങ്ങൾ വി ഐ വി ബൈ ഐ എന്ന് പറഞ്ഞ് 3 ടേബിൾ കൊടുക്കുക. വി ബൈ എന്ന് പറഞ്ഞാൽ എന്താ? വി ബൈ എന്താ? ആറാ. വി ബൈ ഇവിടെ നോക്കിയാൽ മക്കളെ, ഞാൻ ഈ റിയോസ്റ്റാറ്റ് കൊടുത്തില്ലെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എങ്ങനെ? 10 വോൾട്ട്. ആ 10 വോൾട്ട് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതേണ്ട ഈ ബൾബിന് മടങ്ങുന്ന ഒരു വോൾട്ടിമീറ്റർ കാണിക്കുന്നില്ലേ, ഈ വോൾട്ടിമീറ്ററിനകത്ത് 10 വോൾട്ട് എന്ന് കാണിക്കും. ഓക്കെ, എന്നാൽ ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വോൾട്ടിമീറ്ററിനകത്ത് നമുക്ക് റീഡിങ് അതിന് വ്യത്യാസം വരും. ഞാൻ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വോൾട്ടിമീറ്ററിന്റെ റീഡിങ് ഒരു 2 വോൾട്ട് വെച്ചു. അപ്പൊ അവിടെ കറണ്ട് 1 ആംപിയർ ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? അപ്പം ഈ അമ്മീറ്ററിനകത്താണ് ഈ റീഡിങ് കാണിക്കുന്നത്. അമ്മീറ്ററിനകത്ത് എത്ര കാണിച്ചു? 1 കാണിച്ചു, 1 ആംപിയർ കാണിച്ചു. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു. ഞാൻ വോൾട്ടേജ് 2 റിയോസ്റ്റാറ്റ് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വോൾട്ടേജ് 4 വോൾട്ട് ആക്കി. അപ്പോൾ ഇവിടെ അമ്മീറ്ററിനകത്ത് 2 ആംപിയർ കാണിച്ചു. ഞാൻ ഇത് 6 ആക്കി, അപ്പൊ ഇവിടെ 8 അല്ല, അപ്പൊ ഇവിടെ 3 ആംപിയർ കാണിച്ചു. ഇവിടെ ഞാൻ 8 വോൾട്ട് ആക്കി, അപ്പൊ ഇവിടെ 4 ആംപിയർ കാണിച്ചു. ഞാൻ ഇവിടെ 10 ആക്കി, ഇവിടെ 5 ആംപിയർ കാണിച്ചു. ഇവിടെ നോക്കി വി ബൈ ഐ ചെയ്തേ, ഇവിടത്തെ വി എത്രയാ? 2.
2/1 എത്രയാ ഇവിടെ നോക്കിയിട്ട് എഴുതാൻ പറഞ്ഞു. ഇവിടെ 2/1 എത്രയാ 2. അപ്പൊ ഇവിടുത്തെ 2 ഓം അല്ലേ, റെസിസ്റ്റൻസ് ഓം അല്ലേ. ഇവിടെ എന്താ വരുന്നത് V/I 4/2. അപ്പൊ എന്താ വരുന്നത് 2 അല്ലേ. ഇവിടെ 6/3 അല്ലേ വരുന്നത്, എത്രയാ 2 തന്നെയല്ലേ. ഇവിടെ 8/4 അല്ലേ വരുന്നത്, അതും 2 തന്നെയല്ലേ. ഇവിടെ 10/5 അല്ലേ വരുന്നത്, അതും 2 തന്നെയല്ലേ. ആണോ? അപ്പം ഇതെല്ലാം 2 ഓം ആണ്. ആണോ അല്ലേ, 2 ഓം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിയോ, V/I ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് അല്ലേ എന്താ സെയിം. അപ്പൊ V/I എന്താണെന്ന് നമ്മൾ പറഞ്ഞ നേരത്തെ V/I is a constant ആണ്. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തിന്റെ ആയിരിക്കും, റെസിസ്റ്റൻസിന്റെ വാല്യൂ. അപ്പൊ ഈ ബൾബിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന 2 ഓം. ഓക്കെ ആണോ? ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുക, അതിനെയാണ് VI ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഗ്രാഫിനെ നമ്മൾ VI ഗ്രാഫ് എന്ന് പറയും. നോക്കിക്കോളാം, ഇതിന്റെ ഒരു നമ്മൾ VI ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിന്റെ ഗ്രാഫിനെ നോക്കിയോ, VI ഗ്രാഫ് എന്ന് പറയും. ഇവിടെ ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിച്ച്. VI ഗ്രാഫ് എന്ന് പറയുമ്പോൾ VY ആക്സിസിലായിരിക്കണം I ഇവിടെ. VI ഇങ്ങനെ. IV ഗ്രാഫ് ഉണ്ട്. IV ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താ, I ഇവിടെ V ഇവിടെ, IV. ഇതെല്ലാം ഇതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ നോക്കി, ഞാൻ ഇവിടെ റീഡിങ് കൊടുക്കുകയാണ്. ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 8, ഇവിടെ 10. അതേപോലെ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5. നോക്കിയേ, നിങ്ങൾ പൊട്ടൻഷ്യൽ 2 കൊടുത്തപ്പോൾ കറണ്ട് എത്ര ആയിരുന്നു 1. പൊട്ടൻഷ്യൽ 4 കൊടുത്തപ്പോൾ കറണ്ട് എത്ര ആയിരുന്നു 2. പൊട്ടൻഷ്യൽ 6 കൊടുത്തപ്പോൾ കറണ്ട് എത്ര ആയിരുന്നു 3. പൊട്ടൻഷ്യൽ 8 കൊടുത്തപ്പോൾ കറണ്ട് എത്ര ആയിരുന്നു 4. പൊട്ടൻഷ്യൽ 10 കൊടുത്തപ്പോൾ കറണ്ട് എത്ര ആയിരുന്നു 5. കണ്ടോ, ഇതായിരിക്കുമല്ലോ ഗ്രാഫ്. ഈ ഗ്രാഫ് എന്താ, ഈ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. ശരിയല്ലേ? ഇതിന്റെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കാം. ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ, മാത്സിൽ പഠിച്ച എങ്ങനെയാ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഞാൻ 2 പോയിന്റ് എടുക്കുന്നു, നോക്കി, ഈ പോയിന്റ് എടുക്കുന്നു. ഈ പോയിന്റ് കോർഡിനേറ്റ് എന്താ, x ആക്സിസിൽ 4, y ആക്സിസിൽ 8 ആണോ. ഈ പോയിന്റ് കോർഡിനേറ്റ് എന്താ, x ആക്സിസിൽ 2, y ആക്സിസിൽ 4. സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 അല്ലേ. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം, 8 ഇവിടെ ഇത് x1, ഇത് x1 ഉം y1 ഉം, ഇത് x2 ഉം y2 ഉം ആണോ. അങ്ങനെയാണെങ്കിൽ 8 മൈനസ് 4 ഡിവൈഡ് ബൈ എന്താ 2 മൈനസ് 1, സോറി 4 മൈനസ് 2 അല്ലേ. 4 മൈനസ് 2 അപ്പൊ എത്ര വരുന്നത് 8 മൈനസ് 4, ഇത് 2, 4/2 എത്ര 2. ഈ 2 തന്നെയല്ലേ നമുക്ക് എന്ത് കിട്ടിയത്, റെസിസ്റ്റൻസ് കിട്ടി. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസ് കിട്ടും. അപ്പൊ ഇങ്ങനെ എഴുതണം, സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് gives resistance. ഇത്രയും അങ്ങോട്ട് എഴുതും. കുറെ നാളായിട്ട് കണ്ടിട്ട് ടൈം ടേബിൾ ഇട്ടായിരുന്നു. അപ്പൊ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്തുവാ, റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് അർത്ഥം. അപ്പൊ നോക്കിയോ, ഇത് VI ഗ്രാഫ്, ഒരു കണ്ടക്ടറിന്റെ VI ഗ്രാഫ് ഇങ്ങനെ,
ഒരു കണ്ടക്ടറിന്റെ വി ഐ ഗ്രാഫ് ഇങ്ങനെ. ഇതിൽ ആർക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ? ഇതിനാ സ്ലോപ്പ് കൂടുതൽ ആർക്കാ? സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ചരിവ്. ഇവിടെ ഒരു ബോൾ വെച്ചാലാണോ ഉരുണ്ട് പെട്ടെന്ന് വരുന്നത്, ഇവിടെ ഒരു ബോൾ വെച്ചാലാണോ ഉരുണ്ട് വരുന്നത്? ഇവിടെ. അപ്പൊ ഇതിനായിരിക്കും സ്ലോപ്പ് കൂടുതൽ. അപ്പൊ ഇതിനായിരിക്കും ഈ കണ്ടക്ടറിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ. ഇപ്പോഴും ആലോചിച്ചോണം. കേട്ടല്ലോ? ഓക്കെ, എഴുതി പെട്ടെന്നാടെ. ഓക്കെ, അടുത്ത ഐ വി ഗ്രാഫ് എന്ന് എഴുതി കൊടുത്തേ. ഐ വി ഗ്രാഫ് അതോടെ പഠിപ്പിച്ചേക്കാം. ഐ വി ഗ്രാഫ് എഴുതി കൊടുക്കും. ഐ വി പടം ഒന്നും വരയ്ക്കുന്നില്ല. അതിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് തന്നെ നമ്മൾ ആ ടേബിൾ വരയ്ക്കാൻ പോവാ. ഈ പടം വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ ആ ടേബിൾ മാത്രമേ വരയ്ക്കുന്നുള്ളേ. ഐ വി ഗ്രാഫ് എന്ന് എഴുതി കൊടുക്കും. ഐ വി ഗ്രാഫ് നമ്മളിപ്പോ വി ഐ അല്ലേ വരച്ചേ? അടുത്തത് ഐ വി ഗ്രാഫ്. ഐ വി ഗ്രാഫിനകത്ത് നമ്മൾ എന്താണ്? ഐ ഇവിടെ, വി ഇവിടെ, ഐ ബൈ വി. ഐ ബൈ വി എന്താ നമുക്ക് കിട്ടുന്നത്? 1/r. വി ബൈ ഐ ആർ ആയിരുന്നെങ്കിൽ ഐ ബൈ വി എന്തായിരിക്കും? 1/r ആയിരിക്കും കിട്ടുന്നത്. നോക്കിയോ, ഇവിടെ പൊട്ടൻഷ്യൽ ഞാൻ എത്ര നേരത്തെ പോലെ തന്നെ പൊട്ടൻഷ്യൽ എത്ര കൊടുത്തു? നേരത്തെ എത്ര പൊട്ടൻഷ്യൽ കൊടുത്തേ? 2. അപ്പൊ കറണ്ട് എത്ര ഉണ്ടായി? 1. ഇപ്പൊ അടുത്ത എത്ര പൊട്ടൻഷ്യൽ കൊടുക്കാൻ പോവാ? 4 കൊടുക്കാൻ പോകുന്നു. അപ്പൊ 2 ഉണ്ടായി. 6 കൊടുക്കാൻ പോകുന്നു, 3 ഉണ്ടായി. 8 കൊടുക്കാൻ പോകുന്നു, 4 ഉണ്ടായി. 10 കൊടുക്കാൻ പോകുന്നു, 5 ഉണ്ടായി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കിയാൽ ഐ ബൈ വി എന്ന് പറയുമ്പോൾ ഇവിടെ 1/2 ആണ് ഇവിടുത്തെ അല്ലേ? ശരിയല്ലേ? അതായത് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. അപ്പം അവിടുന്ന് എന്താണ് ഐ ബൈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/r ആണ്. അപ്പൊ നമുക്ക് 1/2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താ റെസിപ്രോക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവിടെ എന്ത് തന്നെയാ? ഇവിടെ നമുക്ക് 2/4 ആണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/2 തന്നെ കിട്ടും. ഇവിടെ നോക്കിയേ, ഇവിടെ 3/6 ആണ്. അപ്പോഴും എത്രയാ? 1/2. അപ്പോഴും എത്ര? 4/8. അപ്പോഴും എത്ര തന്നെ? 1/2. 5/10. അപ്പോഴും എത്ര തന്നെ? 1/2. കണ്ടോ? ഇതായിരിക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത് നോക്കിയേ. ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഐ വി ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. ഐ വി. അപ്പൊ ഇവിടെ 1 2 3 4 5. ഇവിടെ 2 4 6 8 10 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നാ 1 കൊടുത്തപ്പോൾ കറണ്ട് 2 കൊടുത്തില്ല, പൊട്ടൻഷ്യൽ 2 കൊടുത്തപ്പോൾ ഇത് 1 വന്നു. ഇതിങ്ങനെ 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 ഇതിങ്ങനെ. ഇതിന്റെ ഗ്രാഫ് എന്ത് തന്നെയാ? സ്ട്രെയിറ്റ്. പക്ഷെ ഇതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? നോക്കിയേ, ഇതിന്റെ ഇവിടെ എടുക്കാം. ഇതെത്ര? എക്സ് ആക്സിസിൽ 8 4. ഇതോ? ഇത് 4 2. നോക്കിയേ, സ്ലോപ്പ് കണ്ടുപിടിച്ചു. നോക്കിയേ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താ? y2 മൈനസ് y1 ഡിവൈഡ് ബൈ എന്താ? x2 മൈനസ് x1. ഇത് x1 y1. ഇതെന്താ? x2 y2. അപ്പൊ നോക്കിയേ, y2 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 മൈനസ് 2 ഡിവൈഡ് ബൈ എത്രയാ? 8 മൈനസ് 4. അപ്പൊ 2/4 കട്ട് ചെയ്യുന്നല്ല 1/2. ഇത് തന്നെയല്ലേ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടിയത്. അപ്പൊ നമുക്ക് സ്ലോപ്പ് ഓഫ് ഐ വി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? സ്ലോപ്പ് ഓഫ് ഐ വി ഗ്രാഫ് ഗീവ്സ് എന്താ? ഗീവ്സ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത. ഇവിടെ നോക്കി, ഒരു കണ്ടക്ടറിന്റെ ഐ വി ഗ്രാഫ് ഇങ്ങനെ വന്നിരിക്കുക, ഒരു കണ്ടക്ടറിന്റെ ഐ വി ഗ്രാഫ് ഇങ്ങനെ വന്നിരിക്കുക. ഇതിനകത്ത് റെസിസ്റ്റൻസ് കൂടുതലാണ്. കഴിഞ്ഞ പരിപാടി.
ഐ വി ഗ്രാഫിന്റെ സ്ലോപ്പ് കൂടി കഴിഞ്ഞാൽ 1/r ആ കൂടുന്നത്. അപ്പം ഇവിടെ ഐ വി ഗ്രാഫ് ഇത് ഐ വി ഗ്രാഫാ, ഇതിന്റെ 1/r ആണോ ഇതിന്റെ 1/r ആണോ ഏറ്റവും കൂടുതൽ? സ്ലോപ്പ് കൂടുതൽ ഇതിന്റെയാണ്. അപ്പം ഇതിന്റെ 1/r ആണ് കൂടുന്നത്. കാരണം അതെന്തുകൊണ്ട്? ഇതിന്റെ സ്ലോപ്പ് ആണ് കൂടുതൽ. ഇതിന്റെ സ്ലോപ്പ് കൂടി കഴിഞ്ഞാൽ 1/rന്റെ വാല്യൂ ആണ് കൂടുന്നത്. 1/rന്റെ കൂടുതൽ വാല്യൂ കൂടുതലാണെങ്കിൽ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? 1/r കൂടുതലാണെങ്കിൽ 6 എന്തായിരിക്കും? 6 കുറവായിരിക്കും. അപ്പൊ ഇതിന് 6 കുറവായിരിക്കും. അപ്പൊ ഇതിനായിരിക്കും എന്ത്? 6 കൂടുതൽ. മനസ്സിലായി? ഇതിന് 1/rന്റെ വാല്യൂ ഇതിനെക്കാട്ടിലും കുറവായിരിക്കും. ഇത് 6 മനസ്സിലായി? എങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യാം? നമ്മൾ അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ചെയ്യും. ഇതുകൂടെ എഴുതിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് അടുത്ത് വെച്ചിട്ട്